ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. ഹായ്, ഞാൻ രമേശ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായി 4.25 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ലക്ഷറി വീടാണ്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്ന കളമശ്ശേരി എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന ലൊക്കേഷൻ്റെ വളരെ അടുത്തായിട്ടാണ് കാക്കനാട് ഇൻഫോ പാർക്കും നിർദ്ദിഷ്ട ഹൈക്കോർട്ടും കളമശ്ശേരി മെഡിക്കൽ കോളേജും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും മെട്രോ സ്റ്റേഷനും എല്ലാം ഈ ഏരിയയുടെ സറൗണ്ടിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോകാം. ഈ വീടിൻ്റെ മുൻഭാഗത്തായി അതിവിശാലമായ ഒരു ടൈൽ പാകി മനോഹരമാക്കിയിട്ടുള്ള റോഡാണ് കടന്നു വരുന്നത്. ഈ വീടിന് ചുറ്റിലും നല്ല ഒരു കോമ്പൗണ്ട് വാളാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് നല്ല ഒരു എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റിങ് വർക്കുകളെല്ലാം ചെയ്ത് കളർഫുൾ ആക്കിയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് ഏതൊരു വലിയ വാഹനത്തിനും കയറി വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫോൾഡിംഗ് ഗേറ്റും ഒരു സ്ലൈഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മുൻഭാഗത്തായി ഏതൊരു വലിയൊരു വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശാലമായ ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമതൊരു വാഹനം നമുക്കുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് പെയിൻറ്റിങ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് പില്ലറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി വളരെ ഭംഗിയുള്ള ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഫാൻസി ലൈറ്റുകളെല്ലാം ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വീടാണ്. അത് നമുക്കൊന്ന് കാണാം. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം.
വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായി വച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ താഴെയും സൈഡിലുമായി കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് പ്ലഗ് പോയിന്റുകൾ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റും ഒരു ലിവിങ് ഏരിയയുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ലിവിങ് ഏരിയയുടെ ഒരു എൻട്രൻസിലായി വുഡ് വർക്കുകളുടെ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്ത് വളരെ ഒരു വുഡ് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലായി ജാലി വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വുഡ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയാക്കിയിട്ടാണ് ഈ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. താഴെയായി സ്റ്റോറേജ് ഏരിയ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ വന്നാൽ ഇവിടെയാണ് കിച്ചൻ്റെ സ്ഥാനം. വളരെ ഭംഗിയുള്ള ഒരു മനോഹരമായ ഒരു കിച്ചനാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചൻ്റെ ഈ ഭാഗത്തായി കുറച്ച് ഓപ്പൺ ചെയ്ത ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകളാണ് പിടിപ്പിച്ചിട്ടുള്ളത്. വളരെ സുന്ദര മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റിലാണ്. താഴെ നിറയെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഹോബ് കൊടുക്കാനുള്ള പ്രത്യേക ഏരിയ ഇവിടെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇവിടെയായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം. കവേർഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. വളരെ പോസിറ്റീവായ ഒരു എനർജിയാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് വെന്റിലേഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. മിറർ കൊടുത്ത് അതിനടിയിൽ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ ഹാൻഡ് റെയിൽ കൊടുത്ത് അതിനിടയിൽ ടഫൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ സൈഡുകളിലായി
LED ലൈറ്റുകൾ കൊടുത്ത് പ്രകാശം പരത്തുന്ന വളരെ മനോഹരമായ ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഈ ഭാഗത്തായി പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഈ പർഗോളകൾ പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്ക് കടന്നു വന്നാൽ വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നു. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് അതിനിടയിൽ ടഫ്ലിൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള LED ലൈറ്റുകളെല്ലാം കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയായി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കമ്പ്യൂട്ടറുകൾ വയ്ക്കുന്നതിനും ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് 3 ബെഡ്റൂമുകളിലേക്കാണ് എൻട്രൻസുകൾ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതായത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും വളരെ വിശാലമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയാണ് വാർഡ്രോബുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയും മനോഹരമായ ഒരു ബെഡ്റൂമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വാർഡ്രോബുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ല സൺലൈറ്റ് കിട്ടുന്ന നല്ല വെന്റിലേഷൻ കൊടുത്ത ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ പോസിറ്റീവായി കിട്ടുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ നിന്നാൽ നമ്മുടെ വീടിൻ്റെ മുറ്റവും റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ. വാഷിംഗ് മെഷീനായി വേണ്ടി പ്രത്യേകം ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയർ കേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓപ്പൺ ടെറസാണ് കിട്ടുന്നത്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലായി ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി റൂമുമാണ് കിട്ടുന്നത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട്ടേക്ക് വെറും 7 കിലോമീറ്ററും എടപ്പള്ളി ലുലുവിലേക്ക് 7 കിലോമീറ്ററും കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും നിർദ്ദിഷ്ട ഹൈക്കോർട്ടിലേക്കും മെഡിക്കൽ കോളേജിലേക്കും കേവലം 1 കിലോമീറ്ററും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വെറും 5 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 3 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. വളരെ മനോഹരമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും വർക്കുകൾ പുരോഗമിപ്പിച്ചിട്ടുള്ളത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ മറ്റെല്ലാ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നഗരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കോണുകളിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ
5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും വാങ്ങുന്നതിനും മറ്റുള്ള പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.